യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള, ശക്തിയുള്ള, പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ പകരുന്ന ദൈവവചനം നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ജൂലൈ മാസത്തിൻ്റെ അവസാന ദിവസമാണ്. ഈ മാസം മുഴുവൻ ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച, ഈ വചന ശുശ്രൂഷയോട് ചേർന്ന് നിന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ജൂലൈ മാസം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ പ്രത്യേക നിയോഗങ്ങൾ, ഇൻറ്റൻഷൻസ് ഉണ്ടായിരുന്നു. കുട്ടികളുടെ പേരെഴുതി വച്ച് അതിനോട് ചേർത്ത് അവരുടെ 3 ആഗ്രഹങ്ങളെ വച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾക്കൊരനുഗ്രഹമായി വെളിപ്പെടട്ടെ. ഈ ആലയത്തിലും അനേകം അങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട്. പ്രത്യേകം ഓർക്കുന്നു, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഈ ഒരു മാസം മുഴുവൻ ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ചവർ, ഈ ആലയത്തിൽ വന്നു പ്രാർത്ഥിച്ചവർ സകലരെയും സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. ദൈവവചനം ശ്രവിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വാത്സല്യമാണ് വർദ്ധിക്കുന്നത്. ദൈവവചനം കേൾക്കുന്ന നിന്നോട് ദൈവത്തിന് ഇഷ്ടമാണ്, ദൈവത്തിന് വാത്സല്യമാണ്. ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തോട് ദൈവത്തിന് സ്നേഹമാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ഒരാളാണെങ്കിലും ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നിച്ചാണ്. ദൈവസ്നേഹത്തിൽ ഒന്നാണ്. ദൈവസ്നേഹത്തിന്, ദൈവവചനത്തിന് മതിലുകളോ അതിരുകളോ ഇല്ല. ആ സ്നേഹത്തിൽ നമ്മളൊന്നാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷയോടെ ഈ മാസത്തിൻ്റെ അവസാന ദിവസം ദൈവവചനം കേൾക്കുമ്പോൾ നന്ദിയോടെ പ്രാർത്ഥിക്കുക. നന്ദി നിറഞ്ഞ മനസ്സോടെ. പുതിയൊരു മാസത്തിൻ്റെ 1-ാം തീയതിയാണ് നാളെ, വെള്ളിയാഴ്ച. നമുക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 15-16 വാക്യങ്ങളാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. ഏലിയ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ദൈവം തെരഞ്ഞെടുത്ത ഒരാളാണ്. വചനം പറയുവാണ്, അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. ദൈവസന്നദ്ധിയിൽ വിശ്വസ്തയോടെ പ്രവർത്തിച്ച ഒരു സ്ത്രീയാണ് ഈ വ്യക്തി. കാരണം ഈ വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത്, ഈ വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലാതെ വിറക് പെറുക്കുന്ന അവസ്ഥയിൽ കാണുമ്പോൾ പ്രവാചകൻ ചോദിച്ചു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരാവോ? ആ വെള്ളം കുടിക്കാൻ ആവശ്യമായ വെള്ളം എടുക്കാൻ ഈ സഹോദരി തിരിഞ്ഞപ്പോൾ, വരുമ്പോൾ കുറച്ച് അപ്പവും ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയുന്നു. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, ഞങ്ങളാകെ ദാരിദ്ര്യാവസ്ഥയിലാണ്, കുറച്ച് മാവും കുറച്ച് എണ്ണയും മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാക്കി ഭക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ മരിക്കാൻ പ്ലാനാണ്. ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കുകയാണ്. മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല. മുന്നോട്ടിനി ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് ഈ സഹോദരി പറയുന്നത്, കുറച്ച് മാവ് കുറച്ച് എണ്ണയൊക്കെ വീട്ടിലുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ സഹോദരി തിരിച്ചു പറയുന്ന കാര്യവും കേട്ടിട്ട് പ്രവാചകൻ അഭിപ്രായം മാറ്റുന്നില്ല. അങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഞാൻ അറിയാതെ ചോദിച്ചതാണ്, നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യങ്ങളോ
ഭക്ഷണ സാധനങ്ങളോ എത്തിക്കാനുള്ള വഴികൾ ഞാൻ ക്രമീകരിക്കാമെന്നല്ല. ഏലിയ പറഞ്ഞു, നീ വീട്ടിൽ പോയി അപ്പം ഉണ്ടാക്കിക്കൊണ്ടുവരിക. ആ ഒരു പ്രവാചകൻ്റെ വാക്കിന് വിശ്വസ്തയോടെ പെരുമാറിയ ആളാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവവചനം വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ കേൾക്കുന്നവരാണ്. വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നവരെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ഒരു പ്രവാചകൻ്റെ വാക്ക് കേട്ടപ്പോൾ മുതൽ അവിടെ അത്ര അനുഗ്രഹം ഉണ്ടായിരുന്ന, അവളുടെ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങി, പ്രതിസന്ധികൾ മാറാൻ തുടങ്ങി, ദാരിദ്ര്യം മാറാൻ തുടങ്ങി. കലത്തിലെ മാവ് തീർന്നു പോയില്ല, പാത്രത്തിലെ എണ്ണ വറ്റിയതുമില്ല. ഒരു പ്രവാചകൻ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞൊരു വാക്കിനെ വിശ്വസ്തയോടെ അനുസരിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം അവിടെ വെളിപ്പെട്ടില്ലേ? ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം അവിടെ വെളിപ്പെട്ടില്ലേ? ദൈവവചനം നിങ്ങളും ഇത് വിശ്വസ്തയോടെ കേൾക്കുമ്പോൾ, ആ വചനത്തെ നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം നിങ്ങൾക്കായും പ്രവർത്തിക്കും. കരുതലിൻ്റെ കരം നിങ്ങൾക്കായും പ്രവർത്തിക്കും. നാളെ എന്തു ചെയ്യും? അടുത്ത മാസം എന്തു ചെയ്യും? ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും? എല്ലാ കാര്യങ്ങളും എങ്ങനെ ശരിയാകും? ഒരിഞ്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ലല്ലോ, ശരീരവും മനസ്സും ആകെ തകർന്നും തളർന്നും ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഇന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ആ വിധവ തങ്ങളുടെ അവസ്ഥ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയണ്ടേ, എന്നാൽ നിങ്ങൾ അപ്പവും വെള്ളമൊന്നും എനിക്ക് കൊണ്ടുവരണ്ട, അത് നിങ്ങളായിട്ട് ഭക്ഷിച്ചോളൂ. പക്ഷെ പ്രവാചകൻ പറയുവാണ്, അപ്പം ഉണ്ടാക്കി കൊണ്ടുവരിക. ഞാനോ നിങ്ങളോ ആണെങ്കിൽ ചിലപ്പോൾ പറയില്ലേ, നിങ്ങൾ എന്തു മനുഷ്യനാണ്, ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. പക്ഷെ ആ വിധവ എഴുതിയിട്ടുണ്ട് ആ വാക്യത്തിൽ, അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവിടെ വെളിപ്പെട്ടത് ദൈവകരമാണ്, കരുതലിൻ്റെ കരമാണ്, അത്ഭുതത്തിൻ്റെ കരമാണ്. എണ്ണ വറ്റിയില്ല, കലത്തിലെ മാവ് തീർന്നു പോയില്ല. ദൈവത്തിൻ്റെ വാക്ക് വിശ്വസ്തയോടെ നിങ്ങളും കേൾക്കണം. 5:30 എഴുന്നേൽക്കണം, ആ വചനങ്ങൾ കേൾക്കണം, പ്രാർത്ഥിക്കണം, അനേകർക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം അത് സ്വീകരിക്കുമ്പോൾ, അതനുസരിക്കുമ്പോൾ ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടിരിക്കും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും. കലത്തിലെ മാവ് തീർന്നു പോയില്ല, പാത്രത്തിലെ എണ്ണ വറ്റിയതുമില്ല എന്ന് പറയാൻ ഇടയാകത്തക്ക വിധം ആ വ്യക്തിയെ, കുടുംബത്തെ അനുഗ്രഹിച്ചെങ്കിൽ, ദാരിദ്ര്യം വിട്ടു മാറി പോകത്തക്ക വിധം അനുഗ്രഹിച്ചെങ്കിൽ, പ്രശ്നങ്ങൾ മാറി പോകത്തക്ക വിധം ദൈവം അവിടെ അനുഗ്രഹിച്ചെങ്കിൽ, ഒരു പ്രവാചകൻ്റെ വാക്ക് കേട്ടപ്പോഴാണ്. ഇത് നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എല്ലാവരും ശ്രദ്ധിക്കുക, നാളെ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്, ഒരു പുതിയ മാസം. ആ പുതിയ മാസം ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. ഓഗസ്റ്റ് മാസം നമ്മൾ വയ്ക്കുന്ന ഒരു ഇൻറ്റൻഷനാണ്, വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർ, വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത യുവതി യുവാക്കൾ, വിവാഹത്തിന് ഒരുങ്ങാത്തവർ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥനാ നിയോഗമായി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് മാസം ഈ ഒരു ഇൻറ്റൻഷന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാണ്, ദൈവാനുഗ്രഹമുള്ള വിവാഹം നടക്കുവാൻ. ഒരുപാട് മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നില്ലല്ലോ, എൻ്റെ മകൻ്റെ വിവാഹം, മകളുടെ വിവാഹം നടന്നില്ലല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിവാഹപ്രായമായി വിവാഹം നടന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വിവാഹം വേണ്ടെന്ന് പറയുന്നു, വിവാഹത്തിന് തയ്യാറല്ല, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു കൊള്ളാം എന്നൊക്കെ ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും മാതാപിതാക്കൾ വളരെ ദുഃഖിതരാണ്. നമ്മൾ ആ ഒരു കാര്യമാണ് ഓഗസ്റ്റ് മാസം വചനം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ വെക്കുകയാണ്. ഈ ഒരു മാസക്കാലം നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലുമൊക്കെ ഇതുപോലെ പ്രാർത്ഥനാ വിഷയത്തിലുണ്ടെങ്കിൽ അറിയിക്കുക, ചേർന്ന് പ്രാർത്ഥിക്കാൻ പറയുക. അവർക്ക് വേണ്ടി മാതാപിതാക്കളെന്ന നിലയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, സഹോദരങ്ങളെന്ന നിലയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, അവരുടെ പേരുകൾ ഒക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ, അനുഗ്രഹങ്ങൾ
ചെയ്യട്ടെ. ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം വെളിപ്പെടട്ടെ. കർത്താവെ, ഈ മാസം മുഴുവൻ വചനം കേട്ട സകലരെയും നന്ദിയോടെ ഓർക്കുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗങ്ങളുടെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിൽ കലത്തിലെ മാവ്, പാത്രത്തിലെ എണ്ണ, അതൊക്കെ വീടിനകത്തിരിക്കുന്ന പാത്രങ്ങളാണ്. ആ വീടിനകത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ കരുതലിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ വെളിപ്പെട്ടു. ഇതുപോലെ വചനം കേൾക്കുന്ന ഞങ്ങളിലൂടെ ഞങ്ങളുടെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ വെളിപ്പെടണമേ. ഞങ്ങളുടെ ഭവനത്തിനകത്ത് അടയാളങ്ങൾ ഉണ്ടാകണമേ. ഞങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം വെളിപ്പെടണമേ. കഴിഞ്ഞ മാസം ഞങ്ങളെ നയിച്ചതിന്, പരിപാലിച്ചതിന്, വഴി നടത്തിയതിന്, സംരക്ഷിച്ചതിന് നന്ദി പറയുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടയാകണമേ. അടയാളങ്ങൾ സംഭവിക്കാൻ ഇടയാകണമേ. പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ മാസം മുഴുവൻ ആദ്യം വചനം കേട്ടവർ, നിരന്തരമായി കേൾക്കുന്നവർ, അയച്ചു കൊടുത്തവർ, ഷെയർ ചെയ്തവർ, സ്റ്റാറ്റസ് ഇട്ടവർ, ഈ വചനത്തിനു വേണ്ടി നിലനിന്നവർ, ഈ വചനത്തെക്കുറിച്ച് സംസാരിച്ചവർ, ഈ വചനം പലയാവർത്തി കേട്ടവർ, സകലരെയും അനുഗ്രഹിക്കണമേ, സകലരെയും സഹായിക്കണമേ. ഓഗസ്റ്റ് മാസം വചനം കേൾക്കുവാൻ, ദിവസവും വചനം കേട്ട് ജീവിതം ആരംഭിക്കുവാൻ ഇടയാകണമേ. ഞങ്ങളിലൂടെ പുതിയ ആളുകൾ വചനം കേൾക്കാൻ ഇടയാകണമേ. ഞങ്ങളിലൂടെ പുതിയ പുതിയ അനുഗ്രഹങ്ങൾ അനേകർക്ക് അനുഭവിക്കാൻ, ഈ ശുശ്രൂഷയിലൂടെ അനുഭവിക്കാൻ ഇടയാകണമേ. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ നയിക്കുന്നതിന് നന്ദി. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണങ്ങളിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയരെ, കഴിഞ്ഞ മാസം മുഴുവൻ, ഈ ജൂലൈ മാസം മുഴുവൻ ഞങ്ങളോട് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിനോട് ചേർന്ന് വചനങ്ങൾ കേട്ടതിന്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്, ചേർന്ന് നിന്നതിന്, ഒരു കുടക്കീഴിൽ എന്ന പോലെ നിന്നതിന് ഒരുപാട് നന്ദി. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗം വെച്ചുള്ള നൊവേന പ്രാർത്ഥനയുണ്ട്. സാധ്യം എല്ലാവരും പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. നാളെ 1-ാം തീയതിയാണ്, വെള്ളിയാഴ്ച. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ ഓഗസ്റ്റ് മാസം മുഴുവൻ വചനം കേട്ട് പ്രാർത്ഥിക്കാനും ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ.